സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേരള സർവകലാശാലയിൽ കൂടുതൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇൻചാർജ് VC ചുമതല ഏറ്റെടുക്കാൻ വരുന്ന ഡോക്ടർ സിസ തോമസിന് എതിരെ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ്. വീണ്ടും ഈ സർവകലാശാലകൾ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയ പോരിന്റെ ഒരു കേന്ദ്രമായി മാറുകയാണ്. പോലീസ് സന്നാഹമൊക്കെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത്. സസ്പെൻഷൻ അവഗണിച്ച് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്തുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് പ്രശാന്ത് കൃഷ്ണയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രശാന്ത്, ഇന്നലെ തന്നെ ഡോക്ടർ KS അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു നിയമ നടപടി താൻ സ്വീകരിക്കുമെന്ന്. ഇന്ന് അദ്ദേഹം ജോലിക്ക് എത്തിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ സിസ തോമസിനെതിരെ SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രതിഷേധം കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ മുൻപ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മോഹൻ കുന്നുമ്മൽ റഷ്യയിലേക്ക് പോകുന്നു ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മറ്റൊരു ഭാഗത്തും അതിനെതിരെ സിസ തോമസ് ഇന്ന് ചുമതലയേൽക്കാൻ വന്നാൽ അവിടെയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടാവും. ആര്യ, കേരള സർവകലാശാലയിൽ ഏത് സമയത്ത് വേണമെങ്കിലും സ്ഥിതി സംഘർഷഭരിതമാകാം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ VC കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പകരം ചുമതല ഗവർണർ നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയുടെ VC സിസ തോമസിനാണ്. സിസ തോമസ് സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. സംസ്ഥാന സർക്കാരിന് എതിർപ്പുള്ള ഉദ്യോഗസ്ഥയാണ്. മാത്രമല്ല SFI അടക്കം അവർക്കെതിരെ പരസ്യ യുദ്ധത്തിലുമാണ്. അപ്പോൾ സിസ തോമസ് ഇന്നിവിടെ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി 9-ാം തീയതി വരെ മാത്രമാണ് VCക്ക് അവധിയിലുള്ളത്. അപ്പോൾ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി സിസ തോമസ് ഇവിടെ എത്തിയാൽ അവർക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ SFIയുടെ നേതൃത്വം തയ്യാറെടുത്തിരിക്കുകയാണ്. പോലീസ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കേരള സർവകലാശാലയിൽ നടത്തിയിരിക്കുന്നു. എന്തായാലും സിസ തോമസുമായി അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ചുമതല ഏറ്റെടുക്കാൻ വരുമെന്ന് തന്നെയാണ് സിസ തോമസ് വ്യക്തമാക്കിയത്. പക്ഷേ ഒരു സംഘർഷം ഒഴിവാകുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ചുമതല ഏറ്റെടുക്കാൻ എത്തും എന്ന തരത്തിൽ മാത്രമേ അവർ പ്രതികരിച്ചിട്ടുമുള്ളൂ. എന്തായാലും എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ ഇന്നലെ VC മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്നിപ്പോൾ ഇവിടെ രാജ്ഭവന്റെ ഒരു നിലപാട് എന്താണ്? ഇപ്പോൾ സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന നിലയിൽ ഗവർണറെ അപമാനിക്കുന്ന നിലയിലാണ് പല ഘട്ടങ്ങളിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് രാജ്ഭവന്റെ ഒരു പൊതു വിലയിരുത്തലായി എപ്പോഴും വരുന്നത്. ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെക്കുറിച്ച് രാജ്ഭവന്റെ ഒരു നിലപാട് ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ്? രജിസ്ട്രാർ KS അനിൽകുമാർ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം എത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം നിയമ നടപടിക്ക് പോവുകയാണ്. സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വല്ലതും ഈ സസ്പെൻഷനിൽ നേടിയ ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം എത്തുക. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇന്നിപ്പോൾ അദ്ദേഹം എത്തിയിട്ടില്ല. പകരം VC ചുമതല നൽകിയ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ ആ ചുമതല ഏറ്റെടുത്തിട്ടുമില്ല. അപ്പോൾ രാജ്ഭവന്റെ ഒരു വിലയിരുത്തൽ ഈ സസ്പെൻഷൻ, അതായത് ഭാരതാംബ ചിത്രത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണല്ലോ, അപ്പോൾ സസ്പെൻഷൻ ശരിയെന്നുള്ള വിലയിരുത്തലാണ് രാജ്ഭവൻ നടത്തുന്നത്. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയാണെന്ന് വിലയിരുത്താൻ കാരണം ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഗവർണർ. ആ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് മാത്രമല്ല, അദ്ദേഹം ചാൻസലർ കൂടിയാണ് കേരള സർവകലാശാലയുടെ. അപ്പോൾ ആ ചാൻസലറെ തടയുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് അന്ന് ഒരു സ്വകാര്യ പരിപാടി സെനറ്റ് ഹാളിൽ നടക്കുമ്പോൾ ഉണ്ടായത്. മാത്രമല്ല ഗവർണറെ അപമാനിക്കുന്ന തരത്തിൽ ഇവിടെ ഈ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിപാടി നടത്തിയ ശ്രീപത്മനാഭ സേവാ സമിതി എന്ന സംഘടനയ്ക്ക് അനുവദിച്ച ഹാൾ റദ്ദാക്കിയതായിട്ടുള്ള 6:39 വൈകിട്ട് ഉള്ള മെയിൽ നൽകുകയാണ് ചെയ്തത് രാജ്ഭവനിലേക്ക്. അപ്പോൾ ഗവർണർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചടങ്ങ് റദ്ദാക്കുന്നതായ രജിസ്ട്രാറുടെ നടപടി അത് ഗവർണർ അവമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നടപടി എന്നാണ്. ഈ സസ്പെൻഷന് ആധാരമാക്കുന്നത് നിയമപരമായി തന്നെയാണ്. അതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ ഉണ്ട് എന്നതാണ് രാജ്ഭവന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മൂഡ്. എന്തായാലും